ഹായ് ഗായ്സ്, റൂം പണിയാൻ പോകണം. ഈ സ്ഥലം റൂം പണിയാൻ പോകണം. സ്ഥലം നമ്മൾ കണ്ട് നമ്മളിവിടെ റൂം പണിയാൻ പോകണം. നാളെ ഇവിടെ വർക്കേഴ്സ് ഒക്കെ നാളെ വരും. സോറി, എന്താ ശരിയാക്കിയിട്ട് ഇവിടെ ഇവിടെ നോക്കി ഇവിടെ ഇങ്ങനെ ഇതേ മോളിക്ക് തന്നെ സിമെന്റ് ഇടും. സിമെന്റ് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം വീഡിയോ. ഞങ്ങൾ ഈ റൂമിന്റെ മേക്ക് ഓവർ വീഡിയോ ആണിത്. മേക്ക് ഓവർ റൂം എന്താ ഇപ്പൊ ഇങ്ങനെ അതായിട്ട് എന്താ മതില് വരും, അതായിട്ട് റൂഫ് വരും. ഇങ്ങനെ മേക്ക് ഓവർ വീഡിയോ ആണ്. റൂഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടായിരിക്കും, അതുപോലത്തെ ഓട് കണ്ടോ, അതുപോലെ ഓട് വെക്കും ഇങ്ങനെ. എന്നിട്ട് അപ്പൊ നല്ല കൂളായിരിക്കുമല്ലോ, നല്ല എ സി വെക്കും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ സ്റ്റഡി ടേബിൾ വെക്കാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ബൈ. The next day. റൂഫിന്റെ ഫ്രെയിം ഇന്നലെ കറണ്ട് പോയേക്കായിരുന്നു. അപ്പൊ കറണ്ട് പോയത് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഇന്ന് ചെയ്ത പണികളാണ് ഇവിടെ ഓട് വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓട് വെക്കാം. അപ്പൊ നീ നാളത്തെ പണി നെക്സ്റ്റ് ഡേ ആയി. ഇപ്പൊ ആ ചേട്ടൻ നമ്മുടെ പണി ചെയ്ത ചേട്ടൻ ഫിറ്റ് ചെയ്തു, ഫുള്ളി ഫിറ്റ് ചെയ്തു. ഇവിടെ ജനല് വരും, ഇങ്ങനെ ഇങ്ങനെ ഗ്ലാസിന്റെ അത് വെക്കും. ഇന്ന് ഇല്ല, സൺഡേ ആണല്ലോ, അപ്പൊ ഇന്ന് വെക്കുന്നില്ല. പിന്നെ ഡോറും ഫിറ്റ് ചെയ്തില്ല. പിന്നെ നാളെ റൂഫിന് ഓടിടും. നാളെ ഓട് റൂഫിലിടും. അത്രയാണ് ഇപ്പൊ ചെയ്തേക്കണ പണി, നാളത്തെയും പണി. അപ്പൊ താങ്ക് യു. The next day. ചേട്ടന് ഓടിടാണ്. ഓട് ഇവിടെ വെച്ചിട്ടുണ്ട്. മോളിലൊക്കെ ഓടി ഇട്ടില്ല. അപ്പുറത്തെ സൈഡില് ഇങ്ങനത്തെ പെയിന്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ പെയിന്റ് ആണ് അടിച്ചേക്കുന്നത്. ഇങ്ങനത്തെ ഗ്രേ കളർ പെയിന്റ് ആണ് അടിച്ചേക്കുന്നത്. ഇനി ഇത്രയ്ക്ക് ഓടില്ലാന്നുണ്ട്. താഴെ കുറെ ഓടില്ല. ഓട് പെയിന്റ് അടിച്ച് വെച്ചേക്കാണ്. ഇത്രയ്ക്ക് ഓടാണ് ഇട്ടേക്കണത്. 2-3 days ആയി അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പണിക്കാര് ലേറ്റ് ആയിട്ടാ പോയത്. ഡാർക്കായി ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് പണിക്കാരില്ല, സൺഡേ ആണ്. അപ്പോൾ ഞങ്ങളൊന്ന് എടുത്തേക്കണ വീഡിയോ ഇന്നും മിനിഞ്ഞാന്നും എന്തായാലും പിറ്റേ ദിവസമായിട്ട് ചെയ്ത പണികളാണ്. ഇവിടെ ഡോറ് പൊളിച്ചു വിട്ടാ. ഡോറ് ഇവിടെ വെക്കും. ഇവിടെ ഒരു ഡോറ് വെക്കും. അതിന് പൊളിച്ചിട്ടുണ്ട്. ഇവിടെ ഡോറ് വെക്കാൻ പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ടൈൽസ് ഇട്ടു. എല്ലായിടത്തും ടൈലിട്ടു. നല്ല ഭംഗിയില്ലേ ടൈൽ? ഇവിടെ ഒക്കെ ടൈലിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ബോർഡിനായിട്ടുള്ള കണക്ഷൻ ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് വെക്കാൻ ഇവിടെ സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്തു. പിന്നെ ഇവിടെ പുട്ടിയിട്ടു. എല്ലായിടത്തും പുട്ടിയിട്ടു. പെയിന്റ് അടിക്കാൻ പോവാണ്. ഇനി നെക്സ്റ്റ് 2 days പെയിന്റ് അടിയാണ്. പെയിന്റ് അടിക്കും. എല്ലായിടത്തും പുട്ടിയിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് പോവാം. ഇവിടെയും പുട്ടിയിട്ടുണ്ട്. ഓട് ഫുള്ളിട്ട് കഴിഞ്ഞു. മുകളില് ഓട് ഫുള്ളിട്ട് കഴിഞ്ഞു. ഫുള്ള് ഓടിട്ട് കഴിഞ്ഞു കേട്ടോ നമ്മൾ റൂമില്. പിന്നെ ഇവിടെ AC-യുടെ സ്വിച്ച് ബോർഡുള്ളത് അതൊക്കെയാണ് ചെയ്തേക്കണ പണി. ഈ അടുത്ത പണി വിൻഡോ തുറക്കണ വിൻഡോ വരും ക്ലാസ് റൂമിൽ. പിന്നെ ഇവിടെ ഡോറ് വരും. പൊളിച്ചേക്കണ സ്ഥലത്ത് ഡോറ് വരും. പിന്നെ പെയിന്റ് അടിക്കും. റൂഫ് ഇടും. സീലിംഗ് ഇടും. അങ്ങനെ സീലിംഗ് ഇടും. അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ള പണി. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. ഞങ്ങളുടെ റൂം റെഡിയായി. ഞങ്ങളുടെ റൂമൊന്ന് വ്യൂ നോക്കി കാണാൻ എങ്ങനെയുണ്ട്.
AC ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. AC ഇറ്റാച്ചിയാണ്. ലോക്ക് അവിടെ ഫിറ്റ് ചെയ്തു. ഇല്ല. സീലിംഗ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ ബെഡ് മേടിച്ചിട്ടുണ്ട്. ദേ പുതിയ ബെഡ്. പുതിയ ബെഡ് മേടിച്ചു കേട്ടോ. മരത്തിന്റെ ബെഡാണ്. ഇവിടെ ഒരു ബീൻ ബാഗ്, ഞങ്ങളുടെ ബീൻ ബാഗ് ഇവിടെ വെച്ചു. അപ്പൊ നമ്മുടെ റൂമിന്റെ പണി എല്ലാം കഴിഞ്ഞു. ഈ വാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ വാള്. ഇവിടെ നല്ല പെയിന്റിങ്സ്, ക്ലോക്ക് എല്ലാം വെച്ചിട്ടുണ്ട്. അമ്മനെന്താ റൂമിന് ഏറ്റവും ഇഷ്ടമായ? എനിക്ക് റൂമിൽ ഏറ്റവും ഇഷ്ടമായത് AC അവന് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഓലക്സിൽ വാങ്ങിച്ചതാണ് AC. നല്ല കൂളാണ്. രാത്രി കിടക്കുമ്പോൾ ഞങ്ങൾ AC ഇടും. കുറച്ചേരം AC ഇട്ടിട്ട് നല്ല കൂള്, നല്ല തണുപ്പ്. ചൂടെടുക്കുമ്പോൾ നമ്മൾ AC ഉണ്ടാക്കി. നല്ല സുഖമായിട്ട് കിടക്കാം. ഞങ്ങൾ പുതിയ മാട്രസ് വാങ്ങിച്ചു. ബെഡിന്റെ കൂടെ കിട്ടിയതാണ് മാട്രസ്. പിന്നെ ഫാൻ വാങ്ങിച്ചു ഞങ്ങൾ. ആറ്റംബർഗിന്റെ ഫാൻ. പിന്നെ അവിടെ ഒരു ഫാൻ. സീലിംഗ് ഫാൻ ഞങ്ങള് മാറ്റി. സീലിംഗ് ഫാൻ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ അവിടെ വേറെ ലൈറ്റ് വെച്ചു. ലൈറ്റ് ഓണം. ആ ലൈറ്റ് സ്വിച്ചുകളും സ്വിച്ചുകളെല്ലാം എല്ലാവരും. ഇവിടെ ഒരു ടേബിൾ ലാമ്പ്. ഇവിടെ പഠിക്കും. ഇവിടേക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിട്ട് വേറെ ഫാൻ വെച്ചു. പിന്നെ അലമാറ വാങ്ങിച്ചു. അലമാറയും ഓയിലെക്സ്. പിന്നെ ഡോർ ഫിറ്റ് ചെയ്തു. ഡോർ ഫിറ്റ് ചെയ്തു. പിന്നെ കർട്ടൻസ് തുറക്കാം. ഇങ്ങനെയാണ് തുറക്കാറ്. ഇവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ട്. അതിങ്ങനെ അമർത്തുന്നെങ്കിൽ തുറക്കും. ഇത് രണ്ടും തുറക്കാൻ വേണ്ടി ഇവിടെയും വരുന്നുണ്ട്. രണ്ടെണ്ണം തുറക്കാനുണ്ട്. പുറത്ത് നല്ല കാറ്റ് വരും. രാവിലെ നല്ല കൂളായിരിക്കും. ഓടുണ്ടല്ലോ അങ്ങോട്ട്. അപ്പൊ ഓടും കൂളായിരിക്കും. പുറത്തുനിന്ന് ഞങ്ങൾ രാവിലെ ആകുമ്പോൾ പുറത്ത് ഇത് തുറക്കും. അപ്പൊ പുറത്തുനിന്ന് നല്ല കാറ്റ് വരും. ഈ പുറത്ത് നമുക്ക് പോവാം. പുറത്ത് റൂമിന്റെ എൻട്രൻസ് ആണ് ഇത്. ഒരു ലോക്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ തുറക്കാം, അടയ്ക്കാം, തുറക്കാം. റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. മറക്കരുത് കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.